നമുക്കിന്ന് ബുൾസൈ മസാല ഉണ്ടാക്കിയാലോ? ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാനൊരു മസാല പൊടിച്ചെടുക്കുന്നു കേട്ടോ. ആ മസാലൻ്റെ സ്മെല്ല് അടിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി അടുത്ത വൈറലാവാൻ പോകുന്ന ഐറ്റം ഇതാണ്. അപ്പോൾ ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് സ്പൈസസും വെളുത്തുള്ളി ഉണക്കമുളകും ചേർത്തൊന്ന് പൊടിച്ചെടുക്കാം. അതങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്കിനി ബുൾസൈ അടിച്ചെടുക്കണം. അതിൻ്റെ മുകളിലേക്ക് ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ഇങ്ങെടുത്താൽ മതി. ഇനി ഓയിലേക്ക് ബട്ടർ ഇട്ട് ഒന്ന് മെൽട്ടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ചെറിയ ജീരകം ഏലക്ക ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. പൊട്ടൽ കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ഇഞ്ചിയും ചേർത്ത് ഒന്ന് ഇളക്കി അതിലേക്ക് പൊടിച്ചു വെച്ച മസാലയും ഉപ്പും മുളകും മഞ്ഞളും ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ തക്കാളിൻ്റെ പ്യൂരിയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ബുൾസൈ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്കൊന്ന് വെച്ചെടുക്കണം. ഇതൊന്ന് സെറ്റായതിനു ശേഷം നമുക്കിത് ഓരോന്നായിട്ടൊന്ന് തിരിച്ചും കൂടി ഇട്ടെടുക്കാം. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മുടെ മസാലയൊക്കെ വെള്ളമൊക്കെ വറ്റി സെറ്റായി കിടക്കട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തെടുത്താൽ നമ്മുടെ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടോ. സംഭവം സിമ്പിൾ ആണെങ്കിലും നമ്മൾ മുട്ട റോസ്റ്റിന് വെല്ലുന്നൊരു ഐറ്റം തന്നെ കേട്ടോ ഇത്. ഈ നോർത്ത് ഇന്ത്യൻസിന് കുറച്ച് ജീരകത്തിൻ്റെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ അവരുടെ റെസിപ്പീസൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പം ബ്രെഡിൻ്റെ ഒപ്പരം കഴിക്കാനും പൊറോട്ടൻ്റെ ഒപ്പരം കഴിക്കാനൊക്കെ ഇത് മാത്രം മതി. എന്നാൽ പിന്നെ നിങ്ങൾ ഉണ്ടാക്കല്ലേ.